നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്കെതിരെ രോക്ഷം ശക്തമാവുകയാണ്. രൂക്ഷമായ ഭാഷയിൽ ഏതറ്റം വരെയും ആളുകൾ മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ തയ്യാറാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, തങ്ങളുടെ ഗതികേട് കൊണ്ടാണ് തങ്ങൾ ഈ വക്കിലെത്തി മുഖ്യമന്ത്രിയെ പച്ചയ്ക്ക് പറയുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ. അവർ അറിയാതെ പറഞ്ഞു പോവുകയാണ്, നീ ഗുണം പിടിക്കില്ല, നിന്റെ കുലം മുടിഞ്ഞു പോകുമെന്നൊക്കെ അറിയാതെ പറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ ദിവസം ശബരിമലയിൽ കണ്ടതും സമാനമായ സംഭവം തന്നെയാണ്. കാരണം നിരവധി ഭക്തജനങ്ങളാണ് അയ്യനെ കാണാൻ കഴിയാതെ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രാകെ ഇറങ്ങിപ്പോയത് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു കന്യാസ്ത്രീ തന്നെ മുഖ്യനെ പഞ്ഞിക്കിടുകയാണ് എന്ന് വ്യക്തമാവുകയാണ്. മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് ഫേസ്ബുക്കിലൂടെ സിസ്റ്റർ ടീന ജോസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മുഖ്യമന്ത്രിയും ഇറങ്ങും എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനാണ് സിസ്റ്ററുടെ ഈ കമന്റ്. സെൽറ്റൺ എൽ ഡിസൂസ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിയെ ബോംബെറിഞ്ഞ് തീർത്ത് കളയണം എന്ന കമന്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്തേ കളയണം അവനെ. നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധി തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റും പുഷ്പം പോലെ എന്ന് പറയുകയായിരുന്നു കമന്റിൽ. 23 മണിക്കൂർ മുമ്പാണ് സെൽറ്റൺ എൽ ഡിസൂസ എന്നയാൾ നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചത്. പ്രചാരണത്തിന് മുഖ്യമന്ത്രിയും എന്ന ഒരു TV ചാനലിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവച്ചായിരുന്നു ഡിസൂസയുടെ കുറിപ്പ്. ഫേസ്ബുക്ക് ലോക്ക് ചെയ്ത പ്രൊഫൈലിൽ നിന്നാണ് ടീന ജോസ് കമന്റ് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് മേരി ട്രീസ PJ എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന പേര്. അഭിഭാഷകയെന്നും എറണാകുളം ലോ കോളേജിലാണ് പഠിച്ചത് എന്നും കൊച്ചിയിലാണ് താമസം എന്നും ഒക്കെ പ്രൊഫൈലിൽ പറയുന്നുണ്ട്. അതേസമയം ടീന ജോസിനെ തള്ളി CMC സന്യാസി സമൂഹം രംഗത്ത് വരികയാണ്. ടീന ജോസിന്റെ അംഗത്വം 2009 കാനോനിക്ക നിയമങ്ങൾക്ക് അനുസൃതമായി റദ്ദാക്കിയതാണ്. സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തയാളാണ് ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തത്തിലാണ് എന്നും CMC സമൂഹത്തിന് പങ്കില്ലെന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ടായിരുന്നു. ഇനി സെൽറ്റൺ എൽ ഡിസൂസ അയാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം. 80 വയസ്സുള്ള നമ്മുടെ CM-നെ ബോംബെറിഞ്ഞ് കൊല്ലണമെന്ന് എന്റെ പോസ്റ്റിൽ ആഹ്വാനം നൽകിയ ടീന ജോസ് എന്ന കന്യാസ്ത്രീയുടെ വേഷം അണിഞ്ഞ 70 വയസ്സുള്ള ഈ ആറ്റം ബോംബ് ചില്ലറക്കാരിയൊന്നുമല്ല എന്നും 2020 പാർട്ടി സാബു ജേക്കബിന്റെ വലം കൈയാണ് ഈ അസുരവിത്ത് എന്നുമാണ് പറയുന്നത്. 32 കന്യാസ്ത്രീകളെ കേരള കത്തോലിക്ക സഭ കൊലപ്പെടുത്തിയതായും അതിന് ഉത്തരവാദികളായ പുരോഹിതരുടെയും കൊല്ലപ്പെട്ടവരുടെയും പേരുകൾ സഹിതം എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ യൂട്യൂബ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 4 ഏപ്രിൽ 2009 ഇവരെ സഭയിൽ നിന്നും കാനോനിക്ക നിയമപ്രകാരം പുറത്താക്കിയിട്ടുള്ളതായി ഇന്ന് CMC കന്യാസ്ത്രീ സഭയുടെ മേലധികാരി പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പല സഖാക്കളും നേതാക്കന്മാരും ഇവരുടെ കമന്റ്സിന്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുമുണ്ട്. ഇവരെ കുറിച്ച് സംശയമുള്ളവർക്കോ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കോ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അഡ്വക്കേറ്റ് ടീന ജോസ് എന്ന സിസ്റ്റർ ടീന ജോസ് എന്നോ ചെക്ക് ചെയ്താൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ധാരാളം വീഡിയോകളും കാണാൻ കഴിയും. കണക്ട് ചെയ്തിട്ടുള്ള ചിലതൊക്കെ കമന്റ്സിൽ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അതായത് അനവധി ആളുകളാണ് ഇപ്പോൾ ഈ സിസ്റ്റർ ടീനയ്ക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ക്യാപ്റ്റൻ നാളെ മുതൽ ഇറങ്ങുകയാണ് എന്ന എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെയാണ് ഇത്തരത്തിൽ കമന്റുകൾ വന്നിരിക്കുന്നത്. അനവധി ആളുകളാണ് ഈ ടീനയ്ക്കെതിരെയും എന്നാൽ ടീന പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതും. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയല്ലേ, നന്നായി, യേശുവിന് വേണ്ടി ത്യജിച്ച ഈ ലൗകിക ജീവിതം ധന്യമാക്കും തീർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പിന്തുണച്ചും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വരുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു ആഹ്വാനം നടത്താൻ ആർക്കും തന്നെ കഴിയില്ല എന്നതിൽ യാതൊരു സംശയമില്ല. കലാപാഹ്വാനത്തിന് കേസെടുത്ത് സിസ്റ്ററിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഇത് ശ്രീനിധൻ MLA അടക്കമുള്ളവർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ വധശ്രമ ആഹ്വാനവുമായി 2020 നേതാവ് ടീന ജോസ് ഇവരെ പുറത്താക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനവധി പോസ്റ്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്തായാലും അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെ. നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധി തീർത്ത ഈ ലോകത്തിന് പിണറായിയെ തീർക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കന്യാസ്ത്രീയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു വിമർശനം അതെങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. 2020 നേതാവ് കൂടിയാണ് ഇവർ. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഇനിയും ഉണ്ടാകും. പോലീസ് കേസ് എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിനെതിരെ വിമർശനമോ അല്ലെങ്കിൽ വിശദീകരണമോ ആയിട്ട് സിസ്റ്റർ എത്തിയിട്ടില്ല ഇതുവരെയും എന്ന് പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു ബോംബ് തന്നെയാണ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതിന് പ്രധാനമായും ഗതികെട്ട് നിന്നുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്ന് പറയാം. കാരണം നമ്മൾ അഭിപ്രായം തേടാനായി പല ജനങ്ങൾക്കിടയിലേക്കും പോകുമ്പോഴും പലരും പറയുന്നുണ്ട് മുഖ്യൻ നന്നാകാൻ വേണ്ടി, മുഖ്യൻ സ്വന്തം പോക്കറ്റും കീശയും വളർത്താൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് വന്നത്. ഞങ്ങൾ വോട്ട് നൽകിയ ജയിപ്പിച്ച ജനങ്ങൾ എല്ലാവരും വിഡ്ഢികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പഴിചാരുന്ന നിരവധി ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല, മുഖ്യനൊക്കെ ഇതിനൊക്കെ അനുഭവിച്ചേ മണ്ണിൽ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ അങ്ങനെ അരിയും മണ്ണും എറിഞ്ഞ് പ്രാകുന്ന പല അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പലരും വയറ്റത്തടിച്ചു കരയുന്ന ആ ഒരു നിലവിളി നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെ അത് സഹിക്കും, എങ്ങനെ അത് താങ്ങും എന്ന് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും സിസ്റ്ററിന്റെ ഈ വാക്കുകൾ കത്തിപ്പളരുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.